LDF ഭരിക്കുന്ന കോന്നി റീജിയണൽ സഹകരണ ബാങ്കിൽ നിക്ഷേപം തിരികെ നൽകാത്തതിൽ നിക്ഷേപകൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കോന്നി പയ്യനാമണ്ണ് സ്വദേശി ആനന്ദനാണ് അമിതമായി ഗുളികകൾ കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. നേരത്തെ ബാങ്കിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചിരുന്നു. മിഥുൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മിഥുൻ, ഇപ്പോൾ ആ പ്രതികരണം കണ്ടതിന് ശേഷം മിഥുനിലേക്ക് എത്താം. നമസ്കാരം, ഞാൻ ജനന്റിയുടെ റിപ്പോർട്ടറാണ്. ആനന്ദൻ ചേട്ടന്റെ മകളാണ്. ചേട്ടന് അവിടെ നമ്മുടെ കോന്നി ബാങ്കിൽ നിന്ന് പൈസ കിട്ടാഞ്ഞിട്ട് ആത്മഹത്യാ ശ്രമം വല്ലതും നടത്തിയായിരുന്നു. വെന്റിലേറ്ററിലാണല്ലേ? എന്താണ്, എത്ര നാളായി പൈസ പണം കിട്ടാനുള്ളത്? പണം കിട്ടാൻ 2 വർഷത്തോളമായി. ചെല്ലാൻ പറഞ്ഞായിരുന്നു, അതിനാലാണ് ഇങ്ങനെ ആയത്. ഇന്നലെ ചെല്ലാൻ പറഞ്ഞിട്ടും പണം കിട്ടില്ല. എത്ര രൂപയായിരുന്നു കിട്ടാനുള്ളത്? പിന്നെ 15 ലക്ഷത്തിൽ 1.5 ലക്ഷം രൂപയെ തന്നുള്ളൂ, ബാക്കിയുണ്ട്. ചേട്ടൻ ഇടയ്ക്ക് അവിടെ എന്തോ കുത്തിയിരിപ്പ് നിരാഹാരമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. ശരി ശരി ശരി, ഓക്കെ. എന്തെങ്കിലും ഉണ്ട് ഒന്ന് വിളിച്ചാൽ മതി നമ്പറിലേക്ക്. ഞാൻ ഒന്ന് വാർത്ത കൊടുക്കുവായിരുന്നു. ശരി, മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, അദ്ദേഹത്തിന്റെ മകളോട് മിഥുൻ സംസാരിച്ചിരുന്നുവല്ലോ. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? വളരെ നാളുകളായി അദ്ദേഹത്തിന്റെ കാശിനു വേണ്ടി കയറി ഇറങ്ങിയിട്ടും അത് തിരികെ നൽകാത്തൊരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമം നടത്തിയിരിക്കുന്നത്, അല്ലേ? ദേവിക, കോട്ടയം മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ് അദ്ദേഹം. കോന്നി റീജിയണൽ സഹകരണ ബാങ്കിൽ വ്യാപകമായി ഇങ്ങനെ നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കുന്നില്ല എന്നുള്ള പരാതി നാളുകളായി നിലനിൽക്കുന്നുണ്ട്. വർഷങ്ങളായിട്ട് LDF ഭരിക്കുന്ന ബാങ്കാണിത്. ഈ ബാങ്കിൽ നിന്നും നിക്ഷേപകർ 50,000 രൂപ മുതൽ ലക്ഷങ്ങൾ വരെ നിക്ഷേപം നടത്തിയിരിക്കുന്ന ആളുകൾക്കാണ് പണം തിരികെ ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയുള്ളത്. നിക്ഷേപകരെല്ലാം കൂടി ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി മുൻഗണനാ പ്രകാരം നിക്ഷേപകർക്ക് പണം ഉടൻ തിരികെ മടക്കി നൽകണം എന്നുള്ള ഉത്തരവ് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അത്തരത്തിൽ പണം നിക്ഷേപകർക്ക് തിരികെ നൽകാൻ ബാങ്ക് തയ്യാറാവാതെ വന്നതോടെയാണ് നിക്ഷേപകർ ഇവിടെ പ്രതിഷേധങ്ങൾ ശക്തമാക്കുകയും ബാങ്കിന് മുന്നിൽ കുത്തിയിരുന്ന സമരപരിപാടികൾ നടത്തുകയും ഒക്കെ ചെയ്തത്. പക്ഷേ നിക്ഷേപകർ നിരവധി തവണ ബാങ്കിൽ കയറി ഇറങ്ങിയിട്ടും പണം തിരികെ ലഭിക്കാത്ത സാഹചര്യമായിരുന്നു. പിന്നീട് പോലീസിനെ ബന്ധപ്പെടുകയും പോലീസിൽ നിന്നും ഈ പണം തിരികെ നൽകുന്നതിനാവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ നിക്ഷേപകർ നേടിയെടുക്കുകയും ഒക്കെ ചെയ്തുവെങ്കിലും അതെല്ലാം വെറുതെ ഒരു തീരുമാനം എന്നതിനപ്പുറത്തേക്ക് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഒത്തുതീർപ്പ് നടപടികൾ എന്നതിനപ്പുറത്തേക്ക് പണം നിക്ഷേപകർക്ക് തിരികെ ലഭിക്കാത്ത സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ആനന്ദനും ഈ ആത്മഹത്യാ ശ്രമം നടത്തിയിരിക്കുന്ന 64 വയസ്സുള്ള പയ്യനാമൺ സ്വദേശി ആനന്ദനും നിരവധി തവണ ഒറ്റയ്ക്കും ഇവിടെ എത്തിക്കൊണ്ട് പരിപാടികൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ബാങ്കിലേക്ക് കൂടുതൽ പരാതികളുമായിട്ട് കൂടുതൽ നിക്ഷേപകരും എത്തുന്ന ായിട്ടാണ് പണം ലഭിക്കാനുള്ളത്. എത്ര തുകയാണ് ലഭിക്കാനുള്ളത്? എനിക്ക് 10 ലക്ഷത്തിൽ മേലുണ്ട് കിട്ടാൻ. ഇവിടെ ബാങ്കിൽ ബന്ധപ്പെടുമ്പോൾ എന്താണ് പറയുന്നത്? ബാങ്കിൽ ബന്ധപ്പെടുമ്പം ചിലപ്പോൾ ഫോൺ എടുക്കത്തില്ല, ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ 2000 രൂപ വരും. ചിലപ്പം ഇന്ന് രാവിലെ വിളിച്ചണക്കെ ഫോൺ ബെല്ലുണ്ട്, എടുക്കത്തില്ല. ഇന്നലെ വിളിച്ചെടുത്തില്ല. എന്ത് വരട്ടെന്ന് വിചാരിച്ചാൽ, എനിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട് എന്ന് വരട്ടെന്ന് വിചാരിച്ചാൽ രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തള്ള. അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിയുമ്പം വല്ല ആളുകളെല്ലാം പോയി കഴിയുമ്പോൾ 2000 കിട്ടിയില്ലായി. ഇങ്ങനെ സമരം നടത്തുന്ന സാഹചര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ടല്ലോ? ഞാൻ സമരത്തിനൊന്നും ഞാൻ കൂടിയിട്ടില്ല. ഈ പണം ആവശ്യപ്പെട്ട് എത്തുകയായിരുന്നു. ഈ ആനന്ദനെ നേരത്തെ അറിയോ? ആനന്ദനെ അറിഞ്ഞുകൂടാ. ഒരുപാട് ആളുകൾ ഈ ബാങ്കിലേക്ക് ഇതുപോലെ പണം തിരികെ ലഭിക്കുന്നതിന് വേണ്ടി പരാതിയുമായി എത്തുന്നുണ്ട്. അവരെല്ലാം ആവശ്യപ്പെടുന്നത് ഇവരിവിടെ നിക്ഷേപിച്ചിരിക്കുന്ന ഇപ്പോൾ ചികിത്സാ കാര്യങ്ങൾക്കായാലും അതുപോലെ വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങൾക്കൊക്കെ ആയാലും നിക്ഷേപിച്ചിരിക്കുന്ന പണം അടിയന്തരമായി തിരികെ വേണമെന്നുള്ള ആവശ്യമാണ്. ശരി മിഥുൻ.